യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ എപ്പോഴും വിജയിക്കുന്നത് അത്യാധുനിക ആയുധങ്ങളും ഭീമമായ സൈന്യവുമുള്ള മഹാശക്തികളാണെന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ വിമാനങ്ങളും ആധുനിക ടാങ്കുകളുമുള്ള ഒരു കൂറ്റൻ സൈന്യത്തെ വെറും ഒരു സാധാരണ സിവിലിയൻ വാഹനം ഓടിച്ചുകൊണ്ട് ഒരു കൂട്ടം മനുഷ്യർ അട്ടിമറിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അഹങ്കാരത്തോടെ ഇറങ്ങിത്തിരിച്ച ഒരു ഏകാധിപതിയുടെ വലിയ സൈന്യത്തെ കയ്യിലുള്ള ലളിതമായ മാർഗങ്ങളും വേഗതയും മാത്രം ഉപയോഗിച്ച് തട്ടിത്തകർത്തെറിഞ്ഞ അവിശ്വസനീയമായ ഒരു പോരാട്ടമാണിത്. ദ ഗ്രേറ്റ് ടൊയോട്ട വാർ. കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. ആയിരത്തി 1980-കളുടെ മധ്യത്തിൽ വടക്കൻ ആഫ്രിക്കയിലെ വിശാലമായ സഹാറ മരുഭൂമിയിലാണ് ഈ സംഭവം നടക്കുന്നത്. അക്കാലത്ത് എണ്ണ സമ്പത്ത് കൊണ്ട് കോടാനുകോടി ഡോളറുകൾ കൈവശമുണ്ടായിരുന്ന രാജ്യമായിരുന്നു ലിബിയ. അവിടുത്തെ ഭരണാധികാരി ചരിത്രപ്രസിദ്ധനായ മുഅമ്മർ ഗദ്ദാഫിയായിരുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ തന്നെ ഏറ്റവും ശക്തനായ നേതാവാകാൻ ആഗ്രഹിച്ച ഗദ്ദാഫി അതിനായി സോവിയറ്റ് യൂണിയനിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ മുടക്കി വാങ്ങിയ കനത്ത T-55, T-62 ടാങ്കുകളും പോർവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ദൂരപരിധിയുള്ള പീരങ്കികളും അടങ്ങിയ അത്യാധുനിക സൈന്യത്തെയാണ് സജ്ജമാക്കിയിരുന്നത്. എന്നാൽ ലിബിയയുടെ തെക്കൻ അതിർത്തിയിലുള്ള ചാഡ് എന്ന രാജ്യം ദാരിദ്ര്യം കൊണ്ടും തുടർച്ചയായ ആഭ്യന്തര യുദ്ധങ്ങൾ കൊണ്ടും പൂർണ്ണമായും തകർന്നടിഞ്ഞ ഒരു നിർധന രാജ്യമായിരുന്നു. ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ഔസു സ്ട്രിപ്പ് എന്ന പേരിൽ ധാതു സമ്പന്നമായ ഒരു മരുഭൂമി പ്രദേശമുണ്ടായിരുന്നു. യുറേനിയം നിക്ഷേപമുള്ള ഈ പ്രദേശം കൈവശപ്പെടുത്താനും ചാഡിൽ സ്വന്തം സ്വാധീനം ഉറപ്പിക്കാനുമായി ഗദ്ദാഫി തന്റെ വൻ സൈന്യത്തെ അതിർത്തി കടത്തി ചാഡിലേക്ക് അയച്ചു. ലിബിയൻ സൈന്യത്തിന്റെ ഭീമമായ ശേഷിക്ക് മുന്നിൽ ചാഡ് ദിവസങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങുമെന്നാണ് അന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ കരുതിയത്. എന്നാൽ 1982-ൽ ചാഡിൽ ഹുസൈൻ ഹബ്രെ അധികാരത്തിലെത്തിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. സ്വന്തം മണ്ണിലെ ലിബിയൻ അധിനിവേശം അവസാനിപ്പിക്കാൻ അയാൾ ഉറച്ചു തന്നെ തീരുമാനിച്ചു. എന്നാൽ ഹബ്രയ്ക്ക് മുന്നിൽ വലിയ പ്രതിസന്ധികളാണ് ഉണ്ടായിരുന്നത്. ചാഡ് സൈന്യത്തിന്റെ പക്കൽ ടാങ്കുകളോ യുദ്ധവിമാനങ്ങളോ ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, പുതിയ ആധുനിക ആയുധങ്ങൾ വാങ്ങാൻ ആവശ്യത്തിന് പണവും അവരുടെ കയ്യിലില്ലായിരുന്നു. അതിനാൽ തന്നെ ലിബിയയുടെ കനത്ത ടാങ്കുകളോട് നേർക്കുനേർ പോരാടുക എന്നത് അസാധ്യമായ കാര്യമായിരുന്നു. ഫ്രാൻസിൽ നിന്നും അമേരിക്കയിൽ നിന്നും ചെറിയ തോതിൽ ലഭിച്ച സാമ്പത്തിക സഹായം കൊണ്ട് പുതിയ ടാങ്കുകൾ വാങ്ങുന്നതിനു പകരം ഹബ്രെ ശത്രുവിന്റെ ബലഹീനത എന്താണെന്ന് ആഴത്തിൽ പഠിക്കാൻ തുടങ്ങി. ലിബിയൻ ടാങ്കുകൾക്ക് ഭാരക്കൂടുതലുള്ളതിനാൽ മരുഭൂമിയിലെ മണലിലൂടെ സഞ്ചരിക്കുമ്പോൾ അവയ്ക്ക് വേഗത കുറവായിരിക്കുമെന്ന കാര്യം അയാൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ തങ്ങൾക്ക് വേണ്ടത് ഭാരമില്ലാത്തതും മരുഭൂമിയിലൂടെ അതിവേഗം സഞ്ചരിക്കാൻ കഴിയുന്നതുമായ വാഹനങ്ങളാണെന്നും കേടുപാടുകൾ വന്നാൽ എളുപ്പത്തിൽ നന്നാക്കാൻ സാധിക്കുന്ന ലളിതമായ സംവിധാനമാണ് ആവശ്യമെന്നും അയാൾ തിരിച്ചറിഞ്ഞു. ഈ വിപ്ലവകരമായ ചിന്തയിൽ നിന്നാണ് ജപ്പാനിൽ നിന്നും വിപണിയിൽ ലഭ്യമായ സാധാരണ സിവിലിയൻ പിക്കപ്പ് ട്രക്കുകൾ ഇറക്കുമതി ചെയ്യാൻ ഹബ്രെ തീരുമാനിക്കുന്നത്. അങ്ങനെ ജപ്പാനിൽ നിന്നും ആയിരക്കണക്കിന് ടൊയോട്ട ഹൈലക്സ്, ടൊയോട്ട ലാൻഡ് ക്രൂയിസർ പിക്കപ്പ് ട്രക്കുകൾ ചാഡിലേക്ക് ഒഴുകിയെത്തി. സാധാരണക്കാർ ചരക്കുകൾ കടത്താൻ ഉപയോഗിക്കുന്ന ഈ വാഹനങ്ങളിൽ ചാഡ് സൈന്യത്തിലെ എഞ്ചിനീയർമാർ തന്ത്രപരമായ പല മാറ്റങ്ങളും വരുത്തി. ട്രക്കിന്റെ പുറകിലെ തുറന്ന ബോഡിയിൽ അവർ ഫ്രഞ്ച് നിർമ്മിത മിലാൻ ആന്റി ടാങ്ക് മിസൈലുകൾ ഘടിപ്പിക്കുകയും കനത്ത മെഷീൻ ഗണ്ണുകളും റോക്കറ്റ് ലോഞ്ചറുകളും ഉറപ്പിക്കുകയും ചെയ്തു. ഇതോടെ ചാഡ് സൈന്യത്തിന് ലഭിച്ചത് മണലിനു മുകളിലൂടെ മണിക്കൂറിൽ 100 കിലോമീറ്ററിലധികം വേഗതയിൽ പറക്കാൻ കഴിയുന്ന ഒരു അതിവേഗ കവചിത സേനയായിരുന്നു. റഷ്യൻ ടാങ്കുകൾ മണലിൽ പൂണ്ടുപോകുമ്പോൾ ഈ ടൊയോട്ട ട്രക്കുകൾ മണൽ കുന്നുകൾക്ക് മുകളിലൂടെ അതിവേഗം പാഞ്ഞടുത്തു. അങ്ങനെ ആഗോള യുദ്ധ ചരിത്രത്തിൽ ആദ്യമായി ഒരു വാണിജ്യ വാഹനം ഒരു രാജ്യത്തിന്റെ പ്രധാന യുദ്ധ ആയുധമായി മാറി. 1987 ജനുവരി 2-നാണ് വടക്കൻ ചാഡിലെ ഫദ എന്ന ലിബിയൻ താവളം ആക്രമിക്കാൻ ചാഡ് സൈന്യം ഇറങ്ങി പുറപ്പെടുന്നത്. ആയിരത്തോളം ലിബിയൻ സൈനികരും ടാങ്കുകളും കാവൽ നിൽക്കുന്ന ആ താവളത്തിലേക്ക് 100 കണക്കിന് ടൊയോട്ട ട്രക്കുകൾ 4 പാടിൽ നിന്നും അതിവേഗത്തിൽ ഇരച്ചുകയറി. ലിബിയൻ ടാങ്കുകളുടെ പീരങ്കികൾ തിരിച്ചുവെക്കുന്നതിന് മുൻപ് തന്നെ ഈ ടൊയോട്ട ട്രക്കുകൾ അവരുടെ തൊട്ടടുത്തെത്തി മിസൈലുകൾ തൊടുത്തുവിട്ടു. വെറും മണിക്കൂറുകൾ നീണ്ട പോരാട്ടത്തിൽ 784 ലിബിയൻ സൈനികർ കൊല്ലപ്പെടുകയും 100-ലധികം ടാങ്കുകൾ തകരുകയും ചെയ്തപ്പോൾ ചാഡിന് നഷ്ടപ്പെട്ടത് വെറും 18 സൈനികരെ മാത്രമായിരുന്നു. ഇതിനുശേഷം ലിബിയയുടെ പ്രധാന എയർബേസായ വാദി ദൂമിലേക്കായിരുന്നു ചാഡ് സൈന്യത്തിന്റെ അടുത്ത ലക്ഷ്യം.
എന്നാൽ ആ താവളത്തിന് ചുറ്റും കിലോമീറ്ററുകളോളം ഭീകരമായ ലാൻഡ് മൈനുകൾ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അവിടെയും ചാഡ് സൈന്യം തങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചു. ടൊയോട്ട ട്രക്കുകളുടെ വേഗത മണിക്കൂറിൽ 100 കിലോമീറ്ററിന് മുകളിലേക്ക് ഉയർത്തിയാൽ ലാൻഡ് മൈനുകൾ പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് തന്നെ വാഹനത്തിന് മുന്നോട്ട് കടന്നു പോകാൻ സാധിക്കുമെന്ന് അവർ കണ്ടെത്തി. അമിത വേഗതയിൽ ലാൻഡ് മൈനുകൾക്ക് മുകളിലൂടെ പാഞ്ഞുപോയ ട്രക്കുകൾ ലിബിയൻ എയർബേസിലെ മിഗ് വിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും റൺവേയിൽ വെച്ച് തന്നെ തകർത്തെറിഞ്ഞു. തുടർച്ചയായ തോൽവികളിൽ ക്രുദ്ധനായ ഗദ്ദാഫി ചാഡിലെ നഗരങ്ങൾക്ക് മേൽ വ്യോമാക്രമണം ശക്തമാക്കിയപ്പോൾ വ്യോമാക്രമണം നടത്തുന്ന ആ വിമാനങ്ങളുടെ താവളം തന്നെ തകർക്കാൻ ഹബ്രെ തീരുമാനിച്ചു. 1987 സെപ്റ്റംബർ 5 ചാഡ് സൈന്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ സാഹസത്തിന് മുതിർന്നു. ലിബിയൻ അതിർത്തിക്കുള്ളിൽ മാത്തേൻ അൽസറ എന്ന പ്രദേശത്തായിരുന്നു ആ പ്രധാന വ്യോമതാവളം സ്ഥിതി ചെയ്തിരുന്നത്. 100 കണക്കിന് ടൊയോട്ട ട്രക്കുകളിൽ ചാഡ് സൈനികർ രാത്രിയുടെ മറവിൽ ശത്രു രാജ്യത്തിന്റെ അതിർത്തി കടന്ന് 300ഓളം കിലോമീറ്ററുകൾ ഉള്ളിലേക്ക് സഞ്ചരിച്ചു. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ അർദ്ധരാത്രിയിൽ ആ വ്യോമതാവളത്തിലേക്ക് ഇരച്ചു കയറിയ അവർ റൺവേയിൽ കിടന്ന 32ലധികം മിഗ് പോർ വിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും നിമിഷങ്ങൾക്കുള്ളിൽ കത്തിച്ചു ചാമ്പലാക്കി. സ്വന്തം മണ്ണിൽ കയറി ചാഡ് നടത്തിയ ഈ മിന്നലാക്രമണത്തോടെ ലിബിയയുടെ വ്യോമസേനാ ശേഷി പൂർണ്ണമായും തകർന്നുപോയി. തുടർച്ചയായ തിരിച്ചടികളും കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടവും കാരണം 1987 സെപ്റ്റംബർ 11 ലിബിയ ഔദ്യോഗികമായി വെടിനിർത്തലിന് തയ്യാറായി. ചാഡിന്റെ മണ്ണിൽ നിന്നും ലിബിയൻ സൈന്യം പൂർണ്ണമായും പിന്മാറുകയും പിന്നീട് തർക്കപ്രദേശം ചാഡിന് തന്നെ തിരികെ ലഭിക്കുകയും ചെയ്തു. യുദ്ധത്തിലെ വിജയം എന്നത് കൈവശമുള്ള സാങ്കേതിക വിദ്യയുടെ വലിപ്പത്തിലല്ല, മറിച്ച് അത് ഉപയോഗിക്കുന്ന തന്ത്രങ്ങളിലാണെന്ന് ഈ യുദ്ധം ലോകത്തെ പഠിപ്പിച്ചു. ഒരു കൊച്ചു രാജ്യം തങ്ങളുടെ കയ്യിലുള്ള ലളിതമായ പിക്കപ്പ് ട്രക്കുകൾ ഉപയോഗിച്ച് ലോകത്തിലെ വലിയൊരു ഏകാധിപതിയുടെ അഹങ്കാരത്തെ മരുഭൂമിയിൽ കുഴിച്ചുമൂടി. ഇന്നും ലോകമെമ്പാടുമുള്ള സൈനിക അക്കാദമികളിൽ അട്ടിമറി പോരാട്ടങ്ങളുടെ ഏറ്റവും മികച്ച ഉദാഹരണമായി ദ ഗ്രേറ്റ് ടൊയോട്ട വാർ പഠിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്.